ഹായ് മച്ചാമാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ കോവളം ബീച്ചിലാണ്. കോവളത്തെ സമുദ്ര ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അപ്പോൾ അവിടെ ഒരു കിടിലൻ പാർക്ക് ഉണ്ട് കേട്ടോ. സമുദ്ര പാർക്ക് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് കാണിച്ചു തരാം. നിങ്ങൾ കോവളത്തേക്ക് വരുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ സ്പോട്ട് മിസ് ചെയ്യരുത് കേട്ടോ. മച്ചാമാരെ, ഇതാണ് സമുദ്ര പാർക്ക്. ഒരു രക്ഷയില്ലാത്ത പാർക്കാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ ആ ഒരു വ്യൂ കാണിച്ചു തരാം. നല്ല കിടിൽ ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ കണ്ടോ, നമുക്കിവിടെ കുട്ടികൾ കളിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് കുട്ടികളെ കൊണ്ടുവന്നാൽ കളിപ്പിക്കാം. ഇവിടെ ചെറിയ പാർക്കുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നല്ലൊരു ആംബിയൻസിലൊരു ചെറിയൊരു മണ്ഡപവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡാൻസൊക്കെ ഷൂട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ വോൾസിലൊക്കെ ഒരുപാട് ഈ വോൾ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട് കണ്ടോ. കഥകളിയുടെയും അതുപോലെ മോഹിനിയാട്ടത്തിൻ്റെയൊക്കെ ഒരുപാട് വോൾ പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ നമുക്കിതാ ഈ വ്യൂവിനെ നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്കിവിടെ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കിടിലൻ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു സ്പോട്ടിലെത്തുന്നത് ഫോട്ടോഷൂട്ടിനും അതുപോലെ റീൽസിനും. പിന്നെ ഈ മാരേജ്, നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കാനില്ലേ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾ കോവളത്ത് വരുമ്പോൾ ഈ ഒരു പാർക്കും അതുപോലെ ബീച്ചും മിസ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ കുറച്ചുകൂടെ ഏറ്റവും ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കടലും ആയിട്ട് നല്ല തൊട്ടടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങോട്ടൊന്നും ആരെയും ഇറക്കി വിടുന്നില്ല. കടൽ കയറി കിടക്കുന്നതുകൊണ്ട് ഇവിടെ കണ്ടോ, കംപ്ലീറ്റ് കല്ലുകൊണ്ടൊക്കെ അടുക്കി വെച്ചിരിക്കുക. അങ്ങോട്ടൊന്നും ആർക്കും ഇറങ്ങിയൊന്നും നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. മച്ചന്മാരെ, ഇവിടെ അങ്ങോട്ടൊന്നും വേറെ എൻട്രൻസ് ഇല്ല. ഇതിൻ്റെ മോൾ സൈഡില്ലേ, ഇതുവരെ മാത്രമേ നമുക്ക് എൻട്രൻസ് ഉള്ളൂ. കംപ്ലീറ്റ് കടലിലാണ് കയറി കിടക്കുകയാണ്. ഇവിടെ എല്ലാം കല്ലുകളാണ്. അതുകൊണ്ടൊന്നും ഇവിടെ വരുന്നവരാരും താഴോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട. ഇവിടെ ഇതിൻ്റെ മോൾ സൈഡിൽ നിന്ന് ഫോട്ടോസ് എടുത്താൽ മതി കേട്ടോ. ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നല്ല കിടിലെ ആംബിയൻസ് ആണ്. നമ്മൾ വന്ന സമയത്ത് നല്ല ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഭംഗിയായി കേട്ടോ കടൽ കാണാനും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഈ സൈഡിൽ കൂടെയൊക്കെ നടക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല കാറ്റും അതുപോലെ തന്നെ തിരമാലകളുടെ ശബ്ദമൊക്കെ കേട്ട് നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ കോവളത്ത് വരുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ സ്പോട്ട് മിസ് ചെയ്യരുത്. ഒരു തവണയെങ്കിലും ഇങ്ങോട്ടൊന്ന് വരണം കേട്ടോ. പിന്നെ അതോ അങ്ങോട്ടൊക്കെ കണ്ടോ, അവിടേക്ക് അതിൻ്റെ ഈ അപ്പുറത്തെ സൈഡാണ് ഈ നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ വരുന്നത്. ഇവിടെ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ദൂരെ പോയുള്ളൂ, അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നടന്ന് നമുക്ക് പോവാം. അപ്പോൾ മച്ചാന്മാരെ, എങ്ങനെയുണ്ട് സ്പോട്ട്? സൂപ്പർ അല്ലേ? ഇന്ന് സൺഡേ ആണ്, അതാണ് ഇത്ര തിരക്കുള്ളത് ഇവിടെ. മിക്ക ദിവസങ്ങളിലൂടെ നല്ല തിരക്കാണ് കേട്ടോ. കംപ്ലീറ്റ് എന്താണ് ഫോട്ടോസ് എടുക്കാനും അതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരാണ് ഇവിടെ എത്തുന്നത്. ആദ്യം ഈ സ്പോട്ട് മിസ് ചെയ്യരുത്. പിന്നെ നമുക്കതാ ഇതുവഴി നേരെ നമുക്ക് അടുത്ത ബീച്ചിലോട്ട് പോകാൻ പറ്റും. ഈ സ്റ്റെപ്പ് വഴി കയറി ഇറങ്ങുന്നതാണ് അടുത്ത ബീച്ച് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാറപ്പുറത്തൊക്കെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും ആരും പോകാൻ നിൽക്കേണ്ട. കുറച്ച് അപകടം പിടിച്ച സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊന്നും അങ്ങോട്ടൊന്നും പോകാതിരിക്കുക. പക്ഷേ ഈ സ്പോട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നിങ്ങൾ വേണ്ടത്തെ കോവളം കാണാൻ വരുന്നവരാണെങ്കിൽ ഈ സ്പോട്ട് മിസ് ചെയ്യരുത്. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇവിടെ വരുന്നവരാരും പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും വലിച്ചെറിയരുത് കേട്ടോ. നമ്മൾ ഈ കടലിൻ്റെ ഭംഗി നശിപ്പിക്കരുത്. വേസ്റ്റൊന്നും വലിച്ചെറിയാതിരിക്കുക. അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ സൈഡിലെ കംപ്ലീറ്റ് ആൾക്കാർ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. വേസ്റ്റുകളൊക്കെ വലിച്ച് എറിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ആരും ചെയ്യരുത്. മച്ചാന്മാരെ, അപ്പോൾ നമുക്ക് പുതിയൊരു സ്പോട്ടുമായി കാണാം. ഓക്കെ, ബൈ.